ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾക്ക് മാക്രോ എക്കണോമിക്സിൻ്റെ ലാസ്റ്റ് മൊഡ്യൂൾ എടുത്തു തുടങ്ങാം. എനിക്ക് അലോട്ട് ചെയ്ത പാർട്ട് എന്ന് പറയുന്നത് ദ ന്യൂ പൊളിറ്റിക്കൽ മാക്രോ എക്കണോമിക്സ്. ഓക്കെ, ഇത് ആക്ച്വലി ഞാനും പഠിച്ചിട്ടില്ല. പിന്നെ ഇതിപ്പോൾ നമുക്ക് PG വെയിറ്റേജ് എടുത്ത് കളഞ്ഞത് കാരണം 2 വേക്കൻസി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോയി. ഇപ്പോൾ 2 അധ്യാപകരുടെ ചെയ്യുന്ന വർക്ക് ബാക്കി 5 പേര് ഷെയർ ചെയ്യണം. അപ്പം അതിൻ്റെ ഭാഗമായി എനിക്ക് കിട്ടിയ ഒരു പുതിയ ടോപ്പിക്കാണ് ഈ മാക്രോ എക്കണോമിക്സിൻ്റെ ലാസ്റ്റ് മൊഡ്യൂൾ, ദാറ്റ് ഈസ് ദ ന്യൂ പൊളിറ്റിക്കൽ മാക്രോ എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ആരെടുക്കണം, ഒരു സിലബസ് ചെറിയൊരു ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. എന്തായാലും നിങ്ങളുടെ എക്സാമിൻ്റെ മുമ്പ് നിങ്ങൾക്കിത് ഞാൻ പൂർത്തിയാക്കി തരും. ഓക്കെ, നൗ വി ക്യാൻ സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ. അപ്പോൾ ഈ മൊഡ്യൂളിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ദ ന്യൂ പൊളിറ്റിക്കൽ മാക്രോ എക്കണോമിക്സ്. ഓക്കെ, പൊളിറ്റിക്കൽ ഡിസ്റ്റോർഷൻസ് ആൻഡ് മാക്രോ എക്കണോമിക്സ് performance. Political distortion and macroeconomics performance, that is interaction between politics and macroeconomics. അതാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇക്കോണമി ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം has been attracted among the economists during the last quarter of 20th century. അപ്പോൾ ഈ പൊളിറ്റിക്സും അതുപോലെ ഇക്കണോമിക്സും, അല്ലെങ്കിൽ പൊളിറ്റിക്സും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റം, അല്ലെങ്കിൽ പൊളിറ്റിക്സും ഇക്കണോമിക്സും തമ്മിൽ ഇൻ്ററാക്ഷൻ ഈ 20th സെഞ്ച്വറിയിലെ 20th സെഞ്ച്വറിയുടെ അവസാന കാലഘട്ട കുറച്ച് ടൈമിൽ ഉണ്ടായ ഒരു ഇക്കണോമിക്സിലുണ്ടായ, മാക്രോ എക്കണോമിക്സിലുണ്ടായ ഒരു ഡെവലപ്മെൻറ്റാണ്. ഓക്കെ, നൗ ദ ക്വസ്റ്റ്യൻ വെദർ പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ് ദ ചോയ്സ് ഓഫ് economic policies and economic performance. No doubt, yes, politics will influence the choice of economic policies and economic performance. അപ്പോൾ പൊളിറ്റിക്സും എക്കണോമിക്സും തമ്മിലുള്ള ഇൻ്റർ റിലേഷനാണ് ന്യൂ പൊളിറ്റിക്കൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഈ പൊളിറ്റിക്സിന് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ഓർ പൊളിറ്റിക്സ് എങ്ങനെയും പറയാം, അവർക്ക് ഈ ഇക്കണോമിക് പോളിസിയെയും അതുപോലെ തന്നെ എക്കണോമിക് പെർഫോമൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അതിനെക്കുറിച്ചുള്ള റിസർച്ച് ഈ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ്. എക്കണോമിക്സിൽ പുതിയ കയറി വന്നൊരു സംഭവമാണ്. നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരുപാട് റിസർച്ച് ഈ ഏരിയയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, വെദർ പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ് ദ പബ്ലിക് പോളിസി ആൻഡ് എക്കണോമിക് പെർഫോമൻസ് എന്നുള്ള ടൈറ്റിലിൽ ഒരുപാട് ഡിസ്കഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് ഈസ് കാൾഡ് ആസ് ദ ന്യൂ പൊളിറ്റിക്കൽ മൈക്രോ എക്കണോമിക്സ്. കിട്ടി. എന്താണ് ഈ മൊഡ്യൂൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടി. എന്താണ് ന്യൂ പൊളിറ്റിക്കൽ മൈക്രോ എക്കണോമിക്സ്? വാട്ട് ഈസ് ന്യൂ പൊളിറ്റിക്കൽ മൈക്രോ എക്കണോമിക്സ്? എന്താണ്? That is the interaction between, അല്ലെങ്കിൽ it is the interaction between politics and macroeconomics. That is called new political macroeconomics. അപ്പോൾ new political macroeconomics is the interaction between politics and macroeconomics. ഇത് 2 എലമെൻസും കോമ്പോണൻസ് തമ്മിലുള്ള ഇൻ്ററാക്ഷനെയാണ് ന്യൂ പൊളിറ്റിക്കൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഫീൽഡ് മേക്ക് സ്പെസിഫിക് യൂസ് ഓഫ് ദ മോഡേൺ
techniques of economics analysis to investigate numerous പബ്ലിക് പോളിസി ഇഷ്യൂസ്. അപ്പോൾ മോഡേൺ ടെക്നിക്സ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്സ്, എലമെൻറ്റ്സ് ഓഫ് പൊളിറ്റിക്സ്, ഓക്കെ, അല്ലെങ്കിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഓക്കെ, വോട്ടേഴ്സ്, ഇവർ ഈ എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് അതാണ് മോഡേൺ എക്കണോമിക് ടെക്നിക്സ് എന്നുള്ള ഈ കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. അതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് അത് പിന്നെ ഈ പബ്ലിക് പോളിസിയെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ഈ ഏരിയയിൽ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ വരുന്നത്. അല്ലെങ്കിൽ അപ്പോൾ ദ ആക്ച്വലി യൂസ് ദ പൊളിറ്റിക്കൽ element to investigate numerous public policy issues. Now, what are the important public policy issues? Their particular interest is about the interaction of political and economic factors on എന്തൊക്കെയാണ് നമ്മൾ ഇക്കണോമിക്സിൽ പഠിച്ച on issues such as business cycle, inflation, unemployment, and some stabilization policy implementation, and the relationship between dictatorship, democracy, inequality, economic growth, instability, etc. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ ഈ പൊളിറ്റിക്സിൻ്റെയും എക്കണോമിക്സിൻ്റെയും ഒരു ഇൻ്ററാക്ഷൻ, പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക് ഇൻ്ററാക്ഷൻ. ഓക്കെ, ആക്ച്വലി ന്യൂ പൊളിറ്റിക്കൽ മൈക്രോ എക്കണോമിക്സ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. എന്തിൽ അതാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഓൺ വേരിയസ് എക്കണോമിക് ഇഷ്യൂസ്. നമ്മൾ ആ വേരിയസ് എക്കണോമിക് ഇഷ്യൂസ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഓൺ വേരിയസ് എക്കണോമിക് ഇഷ്യൂസ് വി ഹാവ് നോട്ട് യെറ്റ് സ്റ്റഡീഡ്. അതാണ് ആക്ച്വലി ന്യൂ പൊളിറ്റിക്കൽ മാക്രോ എക്കണോമിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ വേരിയസ് എക്കണോമിക് ഇഷ്യൂസ്? ഇവിടെ ഏതൊക്കെയാണ് നമുക്കറിയാം. ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, പോളിസി ഇംപ്ലിമെൻറ്റേഷൻ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിക്റ്റേറ്റർഷിപ്പ്, ഡെമോക്രസി, ഇൻഈക്വാളിറ്റി, ഇക്കണോമിക് ഗ്രോത്ത്, ഇൻസ്റ്റബിലിറ്റി, എക്സെട്രാ. വി ഹാവ് ന്യൂമറസ് ഇഷ്യൂസ് ആസ് ഫാർ ആസ് ആൻ എക്കണോമിക് സിസ്റ്റം ഈസ് കൺസേൺഡ്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ പൊളിറ്റിക്സും എക്കണോമിക്സിൻ്റെയും ഇൻ്ററാക്ഷനിലൂടെ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്, അത് ഡിബേറ്റ് ചെയ്യാണ്. അതാണ് ന്യൂ പൊളിറ്റിക്കൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരുപാട് ഓതേഴ്സ്, അപ്പോൾ ദർ ആർ ന്യൂമറസ് ഓതേഴ്സ് അല്ലെങ്കിൽ ഇക്കണോമിക്സ് ഹു കോൺട്രിബ്യൂട്ടഡ് ടു ദിസ് ഏരിയ. ഓക്കെ, ബോത്ത് ഇൻ ടേംസ് ഓഫ് തിയററ്റിക്കൽ ആൻഡ് എംപിരിക്കൽ. ഓക്കെ, അപ്പോൾ ഒരുപാട് ഓതേഴ്സ് ഉണ്ട്. ഞാനത് ഓരോരുത്തരുടെ പേരെടുത്ത് ഞാനിവിടെ പറയുന്നില്ല, അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദി ന്യൂ പൊളിറ്റിക്കൽ മാക്രോ എക്കണോമിക്സ്. നൗ നെക്സ്റ്റ് ടൈറ്റിൽ, political influences on public choice. Now the question, whether politics influence on public choice. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കെയ്ൻസ് ബിലീവ്ഡ് ഇൻ ക്യാപിറ്റലിസം ഫോർ അറ്റൈനിങ് എക്കണോമിക് എഫിഷ്യൻസി. കെയ്ൻസ് നമുക്കറിയാം, കെയ്ൻസ് എപ്പോഴും ക്യാപിറ്റലിസത്തിൻ്റെ ഒരു സപ്പോർട്ടറാണ്. അദ്ദേഹം പറയുന്നത് ഒരു എക്കണോമിക് എഫിഷ്യൻസിക്ക് എന്ത് വേണം? ഫോർ അറ്റൈനിങ് എക്കണോമിക് എഫിഷ്യൻസി എന്താണ്? വി ഷുഡ് സപ്പോർട്ട് ക്യാപിറ്റലിസം. അതാണ് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്. ഓക്കെ, ബട്ട് ക്ലാസിക്കൽ economists firmly believed in self-correcting mechanism for restore the economic system into full employment. ക്ലാസിക്കൽസ് നമുക്കറിയാം എപ്പോഴും എന്താണ്, അവർ സെൽഫ് കറക്റ്റിംഗ് മെക്കാനിക്സം സപ്പോർട്ട് ചെയ്ത ഒരു എക്കണോമിസ്റ്റുകളാണ്.
അപ്പോൾ എക്കണോമിസ്റ്റാണ് അവരുടെ എല്ലാ എക്കണോമിസ്റ്റും സെൽഫ് കറക്റ്റിംഗ് മെക്കാനിസം, ഓക്കെ, ഓട്ടോമാറ്റിക് മെക്കാനിസം, ഓക്കെ, ഫോർ റിസ്റ്റോർ എക്കണോമിക് സിസ്റ്റം ഇൻ ടു ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് വിശ്വസിച്ച ആളാണ്. ഓട്ടോമാറ്റിക് ഫോഴ്സസ് ലീഡ്സ് ടു ഓട്ടോമാറ്റിക് ഫോഴ്സ്, അപ്പോൾ വെയ്ജ്, അതുപോലെ തന്നെ വെയ്ജ് പ്രൈസ്, ഓക്കെ, വെയ്ജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ലീഡ്സ് ടു ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു എക്കണോമിസ്റ്റാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ അവർ സെൽഫ് കറക്റ്റിംഗ് മെക്കാനിസമാണ് അവരുടെ തിയറി എങ്കിൽ പോലും, ബട്ട് ദേ ഡിഡ് നോട്ട് ഡിനൈ ദ ഫ്ലക്ച്വേഷൻസ് ഇൻ അഗ്രിഗേറ്റ് എക്കണോമിക് ആക്ടിവിറ്റി. അഗ്രിഗേറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഫ്ലക്ച്വേഷൻ ഇല്ല എന്ന് ഒരിക്കലും അവർ എന്ത് ചെയ്യുന്നതാണ്, ഡിനൈ ചെയ്തിട്ടില്ല. അവരത് വിശ്വസിച്ചിട്ടുണ്ട്. ദർ ഇസ് എക്കണോമിക് ഇൻസ്റ്റബിലിറ്റി, ഓക്കെ, ബട്ട് കെയ്ൻസ് വാസ് ഓൾറെഡി അഗെയിൻസ്റ്റ് വിത്ത് ദ ക്ലാസിക്കൽ ലേസിസ് ഫെയർ പോളിസി and suggested that market economies are inherently unstable. ക്ലാസിക്കൽസ് പറയുന്ന പോലെ എപ്പോഴും എന്താണ്, ഇക്കോണമി സ്റ്റേബിളാണ് എന്നുള്ള ഒരു ബിലീവ് ഒരിക്കലും കെയ്ൻസിനുണ്ടായിരുന്നില്ല. ക്ലാസിക്കൽസ് പറയുന്നത് എക്കണോമിക്സ് ആൾവേസ് സ്റ്റേബിളാണ്, ഓക്കെ, സ്റ്റേബിൾ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു അൺസ്റ്റേബിൾ ഒരു ടെമ്പററി ഫിനോമിനയാണ്. അത് വെയ്ജ് കട്ട്, എനിക്ക് വെയ്ജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി വരുത്തിയാൽ നമുക്ക് വീണ്ടും ഒരു സ്റ്റേബിൾ എക്കണോമിക് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റുന്നതാണ് ക്ലാസിക്കൽസ് പറയുന്നത്. പക്ഷേ കെയ്ൻസ് ഈ ആർഗ്യുമെൻറ്റിന് എതിരായിരുന്നു. അദ്ദേഹം എപ്പോഴും എക്കോണമിയിൽ ഒരു അൺസ്റ്റേബിൾ സിറ്റുവേഷനാണ് ഉണ്ടാവുക എന്ന് പറയുന്നത്. സച്ച് ഇൻസ്റ്റബിലിറ്റി ജനറേറ്റ് വെൽഫെയർ റെഡ്യൂസിങ് ഫ്ലക്ച്വേഷൻസ് ഇൻ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. എപ്പോഴും എന്താണ്, ഒരു സൊസൈറ്റിയിൽ ഒരു വെൽഫെയർ റെഡ്യൂസിങ് ഫ്ലക്ച്വേഷൻ ക്രിയേറ്റ് ചെയ്യും അൺസ്റ്റെബിലിറ്റി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആസ് എ റിസൾട്ട് നമ്മൾ പഠിച്ച ഓൾഡ് കെയ്നീഷ്യൻസ് ആർഗ്യൂസ് ദാറ്റ് ദിസ് ഇൻസ്റ്റെബിലിറ്റി ഷുഡ് ബി കറക്റ്റഡ് ബൈ ഡിസ്ക്രിഷണറി മോണിറ്ററി യുവർ ഫിസ്ക്കൽ പോളിസീസ്. അപ്പോൾ നമ്മുടെ ഒരു കറക്റ്റീവ് മെഷേഴ്സ് നമ്മുടെ ഓൾഡ് കെയ്നീഷ്യൻ എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ കെയ്ൻസും അതിൻ്റെ സപ്പോർട്ടേഴ്സും പറഞ്ഞത്, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ബൈ ഇൻട്രൊഡ്യൂസിങ് ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി. ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ഇസ് പാർട്ട് ഓഫ് ഗവൺമെൻറ്റാണ്. ഫിസ്ക്കൽ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ്റും. മോണിറ്ററി പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ റിസർവ് ബാങ്കുമാണ്. ഓക്കെ, എന്തായാലും അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്റ്റബിലിറ്റി കറക്റ്റ് ചെയ്യാൻ വേണ്ടി കെയ്ൻസ് സപ്പോർട്ട് ചെയ്തത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻ്റർവെൻഷനും അതുപോലെ തന്നെ ഗവൺമെൻറ് ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ ഓർ മോണിറ്ററി പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ആർഗ്യുമെൻ്റാണ് കെയ്നീഷ്യൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഓക്കെ, ഹെൻസ് ദർ വ്യൂ ഈസ് ദാറ്റ് അസംഷൻ ഓഫ്, അല്ലെങ്കിൽ ഗവൺമെൻറ് സപ്പോർട്ടറാണ് അവർ. ഓക്കെ, that is about the Keynesian idea about the role of government. Okay, now Michael Kalecki's Maxo-Keynesian model, where a partisan government acting on behalf of capitalist interest, deliberately creating politically induced recession in order to reduce the threat to profit resulting from the enhancing bargaining power of workers. അപ്പോൾ ഇനി നമ്മൾ കെയ്ൻസിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് അല്ലെങ്കിൽ മൈക്കിൾ കലക്കി ഒരു എക്സാമ്പിൾ പറയാം. അദ്ദേഹത്തിൻ്റെ മാക്സോ കെയ്നീഷ്യൻ മോഡൽ. ആ മോഡലിൽ അവർ പറയുന്നത് എന്താ പറയുക, പാർട്ടീഷ്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഗവൺമെൻറ് അല്ലെങ്കിൽ പിന്നെ പൊളിറ്റിക്സിലൂടെ സെലക്ട് ചെയ്ത ഗവൺമെൻറ്. ഓക്കെ, ദേ ആർ ആക്ച്വലി ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇൻട്രസ്റ്റ്, നോട്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് വർക്കേഴ്സ്. അവരെപ്പോഴും വർക്ക് ചെയ്തത് ക്യാപിറ്റലിസ്റ്റിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല, അവരെന്താ ചെയ്യുന്നത്, ദ ഡെലിബറേറ്റ്ലി ക്രിയേറ്റിംഗ് പൊളിറ്റിക്കലി ഇൻഡ്യൂസ്ഡ് റിസഷൻ ഇൻ ദി എക്കോണമി. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ദർ ക്രിയേറ്റിംഗ് റിസഷൻ ഇൻ ദി എക്കോണമി. എന്തിനു വേണ്ടി?
in order to reduce the threat to profit of ക്യാപിറ്റലിസ്റ്റിൻ്റെ പ്രോഫിറ്റ് പിന്നെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റിനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി വർക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്നുമുള്ള പിന്നെ പല ഇഷ്യൂസും പല കാരണങ്ങളും വർക്കേഴ്സിൻ്റെ സമ്മർദ്ദം മൂലം അവരുടെ പ്രോഫിറ്റിനെ ക്യാപിറ്റലിസ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി that deliberately creating recession in the economic system. ഓക്കെ, അതാണ് ആക്ച്വലി ഈ പാർട്ടീഷ്യൻ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്ത സർക്കാരുകൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് അംബാനിമാരുടെയും അല്ലെങ്കിൽ അതുപോലെ പല ക്യാപിറ്റലിസ്റ്റുകളുടെയും ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡെലിബറേറ്റ് റിസഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞതല്ല, മൈക്കിൾ കലക്കി ന്യൂ ക്ലാസിക്കൽ എക്കണോമിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ മാക്സോ കെയ്നീഷ്യൻ മോഡലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദിസ് അൺറെപ്രസെൻറ്റേറ്റീവ് പൊളിറ്റിക്കൽ മെക്കാനിസം by influencing economic policies would also contribute to aggregate instability. ഇവരുടെ ഈ പരിപാടി എന്തിന് കാരണമാകുന്നു? കെയ്ൻസ് പറഞ്ഞ പോലെ ഒരു എക്കണോമിയിലൊരു ഇൻസ്റ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ അപ്പോൾ ഈ മോഡലുണ്ടല്ലോ, ഇത് അൺസ്റ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ആക്ച്വലി ഇവരുടെ ഈ ഐഡിയ പ്രകാരം എന്താ പറയുക, പിന്നെ ദിസ് ടീം അല്ലെങ്കിൽ ന്യൂ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ട്രീറ്റ് ദ ഗവൺമെൻറ് ആസ് endogenous to the circular flow of income. Keynes എന്താണ്? Keynes treat the government as an exogenous to the circular flow of income. അപ്പോൾ എക്കണോമിയിലെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ഏജൻസിയാണ്, അല്ലെങ്കിൽ എക്സോജീനിയസ് ഫാക്ടറാണ്, അല്ലെങ്കിൽ എക്സോജീനിയസ് ആണ്. അപ്പോൾ എക്സോജീനിയസ് ആണ് ഇൻകം എക്സ്പെൻഡിച്ചർ ഫ്ലോയിൽ. സർക്കുലർ ഫ്ലോയിൽ government act as an exogenous. They treat government as a exogenous to the circular flow of income. And in which politicians are assumed to act in the interest of society. അപ്പോൾ കെയ്ൻസ് പറയുന്നത് കെയ്ൻസ് ഗവൺമെൻറ്റിനെ ട്രീറ്റ് ചെയ്തത് ഒരു എക്സോജീനിയസ് ആയിട്ടാണ്. അതുപോലെ പൊളിറ്റീഷ്യൻസ് ആക്ട് ഫോർ സൊസൈറ്റി, എനിക്ക് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് പ്രകാരമാണ് പൊളിറ്റീഷ്യൻ ആക്ട് ചെയ്യുന്നത്. ഇതാണ് കെയ്നീഷ്യൻ എക്കണോമിക്സ് അല്ലെങ്കിൽ കെയ്നീഷ്യൻ വ്യൂ. But in the neoclassical political economy literature, neoclassical political economy literature പറയുന്നത് government is no longer viewed as exogenous. അവർ ന്യൂക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ ന്യൂക്ലാസിക്കൽ എക്കണോമിസ്റ്റ് അവർ ഗവൺമെൻറ് they are not treat government as exogenous but endogenous. Rather that is endogenous, and policy will reflect the various interests in society. ഒരു സൊസൈറ്റി ആസ് എ ഹോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് അല്ല, ഒരു നാഷണൽ ഇൻട്രസ്റ്റ് അല്ല. ന്യൂ ക്ലാസിക്കൽ എക്കണോമിസ്റ്റിൻ്റെ റിവ്യൂ പ്രകാരം കെയ്ൻസിൻ്റെ റിവ്യൂ പ്രകാരം നമുക്കറിയാം അവിടെ രാഷ്ട്രീയ പൊളിറ്റീഷ്യൻസ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്. ഗവൺമെൻറ് എക്സോജീനിയസ് ആണ്. അതുപോലെ പൊളിറ്റീഷ്യൻസ് ദർ ആക്ട് ഫോർ സൊസൈറ്റി. പക്ഷേ ന്യൂ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമി ലിറ്ററേച്ചർ പറയുന്നത് ഗവൺമെൻറ് ഈസ് നോ ലോങ്ങർ വ്യൂഡ് ആസ് എൻ എക്സോജീനിയസ്, റാദർ അറ്റ് ലീസ്റ്റ് പാർഷ്യലി എൻഡോജീനിയസ്, അല്ലെങ്കിൽ അത് എൻഡോജീനിയസ് ആണ്. ആൻഡ് പൊളിറ്റീഷ്യൻസ് വിൽ റിഫ്ലക്ട് ദ വേരിയസ് ഇൻട്രസ്റ്റ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള വേരിയസ് ഇൻട്രസ്റ്റിനാണ് അവർ, അല്ലെങ്കിൽ വേരിയസ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ വ്യത്യസ്ത ഇൻഡിവിജ്വൽസിനെയാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് വിശ്വസിച്ചിരുന്നത്. ഓൾദോ
Keynesian had an extremely low opinion of most politicians. അപ്പോൾ ഈ പൊളിറ്റീഷ്യൻസ് എന്നുള്ള ഇതിലൊക്കെ അദ്ദേഹത്തിന് വലിയൊരു നല്ലൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നില്ല. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഇസ് എറ it never really crossed his mind to view the political process as a marketplace for voters. അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്സ് എന്നുള്ള ഒരു വ്യൂ, ഓക്കെ, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാത്ത ഒരാളാണ് കെയ്ൻസ്. ഓക്കെ അപ്പോൾ ഈ പൊളിറ്റീഷ്യൻസിനെ കുറിച്ച് കെയ്ൻസ് പറയുന്നത്, വാട്ട് കെയ്ൻസ് ഹാഡ് ഇൻ മൈൻഡ് വാസ് ടു ഓഫർ അഡ്വൈസ്, പ്രഡിക്ഷൻസ്, പ്രിസ്ക്രിപ്ഷൻ. കെയ്ൻസിൻ്റെ വ്യൂ ആണത്. ഇപ്പോൾ പിന്നെ പൊളിറ്റീഷ്യൻസ് വാട്ട് ദേ ക്യാൻ ഡു എന്താണ്, ദേ ക്യാൻ ഓഫർ അഡ്വൈസ് ടു ദ ഗവൺമെൻറ്, ദേ ക്യാൻ പ്രെഡിക്റ്റ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻസ്, ഓക്കെ, ബേസ്ഡ് ഓൺ സൗണ്ട് എക്കണോമിക് അനാലിസിസ്. നല്ല ഇക്കണോമിക് അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോളിസി മേക്കിങ്ങിന് വേണ്ടി അഡ്വൈസ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളാണ് കെയ്ൻസ് സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടി, ഇപ്പോൾ ഇഫക്റ്റീവ് പോളിസി ഫോർമുലേഷൻ, പോളിസി മേക്കിങ്ങിന് വേണ്ടി അവർക്ക് ഈ പൊളിറ്റീഷ്യൻസിന് ഹെൽപ്പ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് കെയ്ൻസിൻ്റെ ആർഗ്യുമെൻറ്റ്. ഓക്കെ, അല്ല കെയ്ൻസിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ടേൺ it is assumed that because politicians are looking for efficient solution to major economic problem, they will automatically take the necessary action to maximize social welfare by formulating impartial and well-informed advice provided by economic advisors. അപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളത് ഒരു സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ സൊസൈറ്റിക്ക് അവർ പോളിസി മേക്കിങ്ങിൽ അവർക്ക് അവരുടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പോളിസി മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള അഡ്വൈസ്, പ്രഡിക്ഷൻസ്, പ്രിസ്ക്രിപ്ഷൻസ്, അത് എങ്ങനെയായിരിക്കണം, അത് ഒരു പ്രോപ്പർ എക്കണോമിക് അനാലിസിസിലൂടെ പിന്നെ അതിൻ്റേതായ ഒരു ജസ്റ്റിഫിക്കേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നല്ല തോന്നിയ പോലെ ഒരു പോളിസി മേക്കിങ്ങിൽ സപ്പോർട്ട് ചെയ്യുക എന്നൊരിക്കലും കെയ്ൻസ് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എങ്ങനെയാണ് കെയ്നീഷ്യൻ എക്കണോമിസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഓൾഡ് നമ്മളിതുവരെ പഠിച്ച എക്കണോമിക് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഈ പൊളിറ്റീഷ്യൻ ഈ പോളിസി മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. See the diagram. First, there is an economist, okay, that comprises, they will give advice, predictions and prescriptions. Okay, പിന്നെ വരുന്നത് അത് പോളിസി മേക്കറാണ്. പിന്നെ അതിൻ്റെ അപ്പോൾ എക്കണോമിസ്റ്റ് ആൻഡ് പൊളിറ്റീഷ്യൻ ഗിവ് അഡ്വൈസ്, പ്രിസ്ക്രിപ്ഷൻ ആൻഡ് പ്രഡിക്ഷൻസ് ബേസ്ഡ് ഓൺ സ്ട്രോങ് എക്കണോമിക് അനാലിസിസ്. അല്ലേ, പിന്നെ അവിടെ എന്താണ് പോളിസി മേക്കർ, വാട്ട് ദേ വിൽ ഡു, പോളിസി മേക്കർ ദെൻ നീഡ് സം പോളിസി അല്ലെങ്കിൽ ചോയ്സ് ഓഫ് പോളിസി. ഓക്കെ, അപ്പോൾ ഈ പോളിസി ആക്ഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, പിന്നെ എന്താണ് അവിടെ പോളിസി ആക്ഷനും അതുപോലെ തന്നെ പോളിസി ഇംപ്ലിമെൻറ്റേഷനും, അതുപോലെ പിന്നെ പോളിസി ഔട്ട്കം. ഓക്കെ, ദാറ്റ് മീൻ പോളിസി ഔട്ട്കം, അതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഈ പോളിസി മേക്കറിനെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫോഴ്സസ് ഉണ്ട്. ഒന്ന് സൊസൈറ്റി സെൻറ്റേർഡ് ഫോഴ്സസ്, സെക്കൻഡ് സ്റ്റേറ്റ് സെൻറ്റേർഡ് ഫോഴ്സസ്. അപ്പോൾ who are the society centered forces? First, classes, interest groups, അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസ്, വോട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ who are the state centered forces? ടെക്നോക്രാറ്റ്സ്, ബ്യൂറോക്രാറ്റ്സ്, സ്റ്റേറ്റ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതാണ് ഒരു പോളിസി മേക്കിംഗ് പ്രോസസ്, ട്രഡീഷണൽ പോളിസി മേക്കിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദസ് കൺവെൻഷണൽ നോർമാറ്റീവ് അപ്രോച്ച് to the analysis of economic policy treat the government as exogenous to the government. അപ്പോൾ ഈ പിക്ചറിൽ നമുക്ക് മനസ്സിലാകുന്നത് ഗവൺമെൻറ് എന്ന് പറയുന്നത് എക്സോജീനിയസ് ടു ദ എക്കോണമിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൺലി ഇൻട്രസ്റ്റ് ഇൻ സ്റ്റിയറിംഗ് ദ എക്കോണമി ടുവേർഡ്സ് ദ ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം. ഓക്കെ, എന്താണ് എക്കണോമിയെ ഒരു സ്ട്രൈറ്റ് പാത്ത്, ഒരു നല്ലൊരു രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു എയിം മാത്രമാണ് ഈ നോർമാറ്റീവ് അപ്രോച്ചിന്, ഈ കൺവെൻഷണൽ നോർമാറ്റീവ് അപ്രോച്ച് ഇവരുടെ കാഴ്ചപ്പാട്. ഓക്കെ, അപ്പോൾ ബട്ട് ഫോർ എ ന്യൂ
പൊളിറ്റിക്കൽ എക്കോണമിക് പെർസ്പെക്റ്റീവ്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ ന്യൂ പൊളിറ്റിക്കൽ എക്കോണമിക് പെർസ്പെക്റ്റീവ്, policy makers will be heavily influenced by powerful societal and state-centered forces rather than acting impartially on the advice of economists. നമ്മൾ ഇതുവരെ പഠിച്ച എക്കണോമിസ്റ്റിൻ്റെ അഡ്വൈസും പ്രൊഡിക്ഷനും പ്രിസ്ക്രിപ്ഷനും കേൾക്കാണ്ട് ആക്ച്വലി ഈ പോളിസി മേക്കിംഗ് ഈ will be heavily influenced by the powerful societal and state-centered forces. ഈ സൊസൈറ്റി സെൻറ്റേർഡ് ഫോഴ്സസിൻ്റെയും സ്റ്റേറ്റ് സെൻറ്റേർഡ് മുകളിൽ പറഞ്ഞ സ്റ്റേറ്റ് സെൻറ്റേർഡ് ഫോഴ്സസുകളുടെയും അവരുടെ ഇൻഫ്ലുവൻസ് ശരിക്കും എന്തുണ്ട് ഈ പോളിസി മേക്കിങ്ങിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ആക്ടിങ് ഇമ്പാർഷ്യലി, ഓക്കെ, റാദർ ദാൻ ആക്ടിങ് അതുകൊണ്ട് നമ്മൾ ഒരു സൊസൈറ്റി, ഒരു നാഷണൽ ഇൻട്രസ്റ്റിന് പകരം സൊസൈറ്റി സെൻറ്റേർഡ് ഫോഴ്സസിലെ ചില ആളുകളുടെ ഇൻട്രസ്റ്റ് പ്രകാരം അല്ലെങ്കിൽ സ്റ്റേറ്റ് സെൻറ്റേർഡ് ഫോഴ്സസ് അതിലുള്ള ചില ആളുകളുടെ ഇൻട്രസ്റ്റ് പ്രകാരം അവരുടെ രാഷ്ട്രീയം അവരുടെ നിലപാടും നമ്മുടെ പോളിസി മേക്കിങ്ങിനെ നന്നായിട്ട് സ്വാധീനിക്കുന്നു. Therefore, the advice reflect a balance of conflicting interest. അപ്പോൾ പോളിസി അഡ്വൈസ് എന്ന് പറയുന്നത് മുമ്പ് ട്രഡീഷണൽ കെയ്നീഷ്യൻ പറയുന്ന പോലെയുള്ള പോളിസി അഡ്വൈസ് അല്ല. അത് ഒരുപാട് പേരുടെ ഇൻട്രസ്റ്റ് ആ പോളിസി മേക്കിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, ഇൻ ദ സൊസൈറ്റി സെൻറ്റേർഡ് അപ്രോച്ച് വേരി ഗ്രൂപ്പ് expert pressure on the policy maker to supply policy that will benefit them directly or indirectly. അപ്പോൾ ഈ സൊസൈറ്റി സെൻറ്റേർഡ് അപ്രോച്ച് പ്രകാരം അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ പോളിസി മേക്കിങ്ങിൽ ആ സൊസൈറ്റി സെൻറ്റേർഡ് ഫോഴ്സസിൽ അല്ലെങ്കിൽ ക്ലാസ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ വോട്ടേഴ്സ് അവരുടെ ഒരു നിലപാടും എപ്പോഴും എന്തുണ്ട് അവരുടെ പ്രഷർ ഈ പോളിസി മേക്കിങ്ങിൽ ഈ സപ്ലൈ പോളിസി അല്ലെങ്കിൽ പോളിസി മേക്കിങ്ങിൽ അവരുടെ ഒരു ഒരു പ്രഷർ എപ്പോഴും അതിലുണ്ടാവും. ഓക്കെ, ഈ മുമ്പ് പറഞ്ഞ പോലെ അപ്പോൾ എന്തിനാണ് അവർ പ്രഷർ ചെയ്യുന്നത്? അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് ഡയറക്റ്റോ ഓർ ഇൻഡയറക്റ്റോ ദേ വിൽ ഗെറ്റ് സം ബെനിഫിറ്റ് ഇഫ് ദേ ഇൻട്രൊഡ്യൂസ് സം പോളിസീസ്. ഓക്കെ, അപ്പോൾ സർക്കാർ ചില പോളിസീസ് കൊണ്ടുവന്നാൽ അംബാനി പോലത്തെ പല ആളുകൾക്കും അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അവർ എന്തായാലും ഒരു സർക്കാരിൻ്റെ പോളിസീസിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇതെല്ലാ രാജ്യത്തും എല്ലാ എക്കണോമിക്സിസ്റ്റും നടക്കുന്ന സംഭവം തന്നെയാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈക്രോ എക്കണോമിക്സിൻ്റെ പാർട്ടായി വന്നതും എനിക്ക് നിങ്ങൾക്കിത് ക്ലാസ് എടുത്ത് തരേണ്ടി വന്നതും. ഓക്കെ, വൈൽ neo-Marxists typically focus on class struggle and the power of capitalistic class. ഓക്കെ, അപ്പോൾ ന്യൂ മാർക്സിസ്റ്റ് അപ്രോച്ച് ഇവർ പറയുന്ന പോലെയല്ല. അവർ ഇതേപോലെ തന്നെയാണ്. ഈ പോളിസിയിൽ അവരുടെ സ്വാധീനം എന്ന് പറയുന്നത് ക്ലാസ് സ്ട്രഗിൾ ആൻഡ് പവർ ഓഫ് ക്യാപിറ്റലിസ്റ്റിക് ക്ലാസ്. ദ ന്യൂ പൊളിറ്റിക്കൽ എക്കോണമി ലിറ്ററേച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എക്കണോമിക് ലിറ്ററേച്ചർ ഹൈലൈറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഫാമേഴ്സ് ആരാവാം, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, വോട്ടേഴ്സ്. ഓക്കെ, ഇവരെയാണ് പോളിസി മേക്കിങ്ങിൽ ഇവരുടെ സ്വാധീനം നല്ല പോലെ ഉണ്ട്. ഓക്കെ, ഇൻ കോൺട്രാസ്റ്റ് ദ ന്യൂ പൊളിറ്റിക്കൽ എക്കോണമി ലിറ്ററേച്ചർ ഫോക്കസ് ഓൺ ഇമ്പാക്ട് ഓൺ ബ്യൂറോക്രാറ്റ്സ്, സ്റ്റേറ്റ് ഇൻട്രസ്റ്റ്, എക്സെട്ര ഓൺ പോളിസി മേക്കിംഗ്. അപ്പോൾ ന്യൂ പൊളിറ്റിക്കൽ എക്കോണമി ലിറ്ററേച്ചറിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ബ്യൂറോക്രാറ്റ്സും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻട്രസ്റ്റാണ്. അവർ ഒരു എക്സേർട്ട് ഇൻഫ്ലുവൻസ് ഓൺ പബ്ലിക് പോളിസി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം സൊസൈറ്റീസ് ആർ ഓഫൺ ഫ്രാഗ്മെൻറ്റ് ആൻഡ് ഹെട്രോജീനിയസ്. നമ്മുടെ ഏതൊരു എക്കണോമിക് സിസ്റ്റത്തിലും സൊസൈറ്റീസ് എപ്പം ഹെട്രോജീനിയസ് ആണ്. ദേ ആർ ആൾസോ ഫ്രാഗ്മെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് റിലീജിയൻ ആൻഡ് എത്നിക്, ലിംഗ്വിസ്റ്റിക്, geographical divides, compounded with extreme inequalities of income and wealth.
അപ്പോൾ അങ്ങനെ ഈ സൊസൈറ്റി ഫ്രാഗ്മെൻറ്റഡ് ആണ്, ഹെട്രോജീനിയസ് ആണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ആസ് എ റിസൾട്ട് ഗവൺമെൻറ് വിൽ ഫ്രീക്വൻ്റ്ലി ബി പ്രീ ഒക്യുപ്പൈഡ് വിത്ത് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്. എപ്പോഴും സർക്കാരിന് അതറിയാം. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് എന്താണ് പ്രീ ഒക്യുപ്പൈഡ് വിത്ത് conflict management, representing particular rather than the general interest. Okay. Representing particular rather than general interest. ജനറൽ ഇൻട്രസ്റ്റ് അല്ല നോക്കുന്നത്, പർട്ടിക്കുലർ ആളുകളുടെയും ഗ്രൂപ്പുകളുടെയും അതുപോലെ തന്നെ ഏരിയാസിൻ്റെയും അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ റെസ്പോണ്ടിങ് ടു എ കോൺസ്റ്റൻ്റ്ലി ഷിഫ്റ്റിംഗ് ബാലൻസ് ഓഫ് പ്രിഫറൻസ്. ഇതൊക്കെ ഈ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ് ഗവൺമെൻറ്റിൻ്റെ പവറും അതുപോലെ തന്നെ പോളിസി മേക്കിങ്ങിലും. ഓക്കെ. പിന്നെ ഇൻ സച്ച് എ വേൾഡ് കോൺസെപ്റ്റ് സച്ച് ആസ് നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് സോഷ്യൽ വെൽഫെയർ ഫങ്ഷൻസ് ഹാവ് ലിറ്റിൽ ഓപ്പറേഷണൽ മീനിങ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ, ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഈ നാഷണൽ ഇൻട്രസ്റ്റിലൊന്നും വലിയൊരു കാര്യമില്ല. അതൊന്നും മീനിങ്ലെസ് ആണ്. ഓക്കെ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഇൻ ദ ഫേസ് ഓഫ് മേജർ സോഷ്യൽ ഡിവിഷൻസ് become a balancing act rather than a search for optimum. ഓക്കെ. അപ്പോൾ ഈ വേരിയസ് ക്ലാസ്സുകൾ, അതുപോലെ ഈ ഫ്രാഗ്മെൻറ്റേഷൻ, അതുപോലെ ഹെട്രോജീനിയസ്, ഈ ഹെട്രോജീനിറ്റിയും ഫ്രാഗ്മെൻറ്റേഷനൊക്കെ ഈ പോളിസി മേക്കിങ്ങിൽ ചുരുക്കി പറയുകയാണെങ്കിൽ അത് സ്വാധീനിക്കുന്ന ഒരു നാഷണൽ ഇൻട്രസ്റ്റ് ഒരിക്കലും ഉണ്ടാവുന്നില്ല. ഒരു ഇനീക്വാളിറ്റി എപ്പോഴും ഈ പോളിസി ഡിസിഷനിലും പോളിസി മേക്കിങ്ങിലും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദ മോഡലിംഗ് പൊളിറ്റിക്കോ എക്കണോമി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ന്യൂ പൊളിറ്റിക്കൽ മൈക്രോ എക്കണോമിക്സ് ഉണ്ടല്ലോ, അവരുടെ വ്യൂ എന്ന് പറയുന്നത് ഗവൺമെൻറ് ആർ സ്റ്റാൻഡിങ് അറ്റ് ദ സെൻറ്റർ. ഗവൺമെൻറ് ആർ standing at the center of the interaction between political and economic forces. അതാണ് ഗവൺമെൻറ് ഈ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫോഴ്സസിൻ്റെ ഒരു ഇൻ്ററാക്ഷൻ്റെ ഒരു സെൻറ്ററിൽ ഒരു സ്റ്റാൻഡിങ് അറ്റ് ദ സെൻറ്റർ. അപ്പോൾ ഇത് ആക്ച്വലി സ്റ്റാൻഡിങ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫോഴ്സസ്. അതാണ് ഗവൺമെൻറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത്. വൺസ് ദിസ് എൻഡോജീനിയസ് വ്യൂ ഓഫ് ഗവൺമെൻറ് ഈസ് അഡോപ്റ്റഡ്, നമുക്കറിയാം ന്യൂ പൊളിറ്റിക്കൽ മൈക്രോ എക്കണോമിക്സ് ഗവൺമെൻറ്റിൻ്റെ എക്സോജീനിയസ് ആയിട്ടല്ല കാണുന്നത്, അതൊരു എൻഡോജീനിയസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ദ വെൽഫെയർ മാക്സിമൈസിങ് അപ്രോച്ച് ടു ദ എക്കണോമിക് പോളിസി ഫോർമുലേഷൻ അസോസിയേറ്റഡ് വിത്ത് നോർമാറ്റീവ് അപ്രോച്ച്. അപ്പോൾ എന്താണ് ഈ വെൽഫെയർ മാക്സിമൈസേഷൻ എന്നുള്ളത് ഒരു നോർമാറ്റീവ് അപ്രോച്ചായിട്ടാണ് അവർ പരിഗണിച്ചത്. ഓക്കെ. അതുപോലെ തന്നെ ഇൻകംബന്റ് പൊളിറ്റീഷ്യൻസ്, ഓക്കെ, ഇപ്പോൾ ഈ പൊളിറ്റീഷ്യൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ചോയ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എക്കണോമിക് പോളിസി. അപ്പോൾ നിലവിൽ ഭരിക്കുന്ന ടീമുണ്ടല്ലോ, പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ്, അവർക്കാണ് ആക്ച്വലി പിന്നെ ദേ ആർ ദ റെസ്പോൺസിബിൾ പീപ്പിൾ ഫോർ ചോയ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എക്കണോമിക് പോളിസി. ഓക്കെ. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് political influence on public choice.